നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. അസ്മാഉൽ ഹുസ്ന റാത്തീബ് 23-ാം വാർഷികവും പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കും. പൊന്മുണ്ടം ചേലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ് ആത്മീയ സംഗമത്തിന്റെ 23-ാം വാർഷികവും ജാറം ഉറൂസ് മുബാറക്കും 2026 ജനുവരി 2, 3, 4 വെള്ളി, ശനി, ഞായർ തീയതികളിലായി മക്കാം പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്നു. സ്വലാത്ത് റാലി, സിയാറത്ത്, പതാക ഉയർത്തൽ, റിഫായി റാത്തീബ്, സൗഹൃദ സമ്മേളനം, അസ്മാഉൽ ഹുസ്ന റാത്തീബ്, ഷാദുലി റാത്തീബ്, റിലീഫ് വിതരണം, അന്നദാനം, സമാപന സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. പരിപാടിയുടെ ഭാഗമായി റിലീഫ് വിതരണം, മുഴുവൻ ദിവസവും അന്നദാനം നടക്കും. അസ്മാഉൽ ഹുസ്ന റാത്തീബ് 23-ാം വാർഷികവും പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കും 2026 ജനുവരി 2, 3, 4 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ ജാറം അങ്കണത്തിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടെ വിപുലമായി നടത്തപ്പെടുന്ന കൂട്ട സിയാറത്ത്, സ്വലാത്ത് റാലി, പതാക ഉയർത്തൽ, സൗഹൃദ സമ്മേളനം, റിഫാഇയ റാത്തീബ് മജ്ലിസ്, ഷാദുലി റാത്തീബ് മജ്ലിസ്, അസ്മാഉൽ ഹുസ്ന റാത്തീബ് മജ്ലിസ്, സമാപന സമ്മേളനം എന്നീ പ്രോഗ്രാമുകളാണ് 3 ദിവസങ്ങളിലായി പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെടുന്നത്. ജനുവരി 2 വെള്ളിയാഴ്ച കാലത്ത് 7 മണിക്ക് പൊന്മുണ്ടം ജുമാഅത്ത് പള്ളി മക്കാം സിയാറത്തോടുകൂടെ ആരംഭം കുറിക്കുകയാണ്. തുടർന്ന് സ്വലാത്ത് ജാഥ നടക്കുന്നു. കാലത്ത് 8 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂർ പതാക ഉയർത്തുന്നു. വൈകുന്നേരം 6:30 സൗഹൃദ സമ്മേളനം നടക്കുന്നു. ആദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. കേരളത്തിൻ്റെ വഖഫ്, ഹജ്ജ്, കായിക മന്ത്രി ബഹുമാന്യനായ വി അബ്ദുറഹ്മാൻ സാഹിബ് വേദിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. പ്രാദേശിക, രാഷ്ട്രീയ, സാമൂഹിക, മതരംഗങ്ങളിൽ, സംഘടനാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ സൗഹൃദ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. പ്രമുഖ മതപ്രഭാഷകൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി മുഖ്യ പ്രഭാഷണം നടത്തും. 2ാം ദിവസമായ ശനിയാഴ്ച കാലത്ത് 6 മണിക്ക് ഷാദുലിയ റാത്തീബ് നടക്കുന്നു. അബ്ദുസലാം ബാക്കവി പരപ്പനങ്ങാടി നേതൃത്വം നൽകുന്നു. വൈകുന്നേരം അസ്ർ നിസ്കാരത്തിന് ശേഷം നടത്തപ്പെടുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ് മജ്ലിസിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന അബ്ദു മുസ്ലിയാർ താനാളൂർ നേതൃത്വം നൽകുന്നു. മഗ്രിബിന് ശേഷം നടക്കുന്ന റിഫാഇയ മജ്ലിസിൽ ഇബ്രാഹിം സഖാഫി താത്തൂർ ഉദ്ബോധന പ്രഭാഷണം നടത്തുന്നു. ഡോക്ടർ കോയ കാപ്പാടും സംഘവും റാത്തീബിന് നേതൃത്വം നൽകുന്നു. സമാപന ദിവസമായ ജനുവരി 4 ഞായറാഴ്ച കാലത്ത് 8:30 ഗ്രാൻഡ് മൗലിദ് മജ്ലിസ് നടക്കുന്നു. കേരളത്തിലെ പ്രഗത്ഭരായ മാദിഹീങ്ങൾ സയ്യിദ് ത്വാഹ തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, അസ്ഹർ കല്ലൂർ തുടങ്ങി പ്രഗത്ഭരായ മാദിഹീങ്ങൾ അതിന് നേതൃത്വം നൽകുന്നു. സമാപനം കുറിച്ചുകൊണ്ടുള്ള ദിക്ർ ദുആ സമ്മേളനം കാലത്ത് 10 മണിക്ക് നിരവധി സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും മഹനീയ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട
കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തുന്നു. സമാപനം കുറിച്ചുകൊണ്ടുള്ള ദിക്ർ ദുആ സമ്മേളനത്തിന് സയ്യിദ് നൂറു സാദാത്ത് ബായാർ തങ്ങൾ നേതൃത്വം നൽകുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണ വിതരണം നടത്തപ്പെടുന്നു. അതോടൊപ്പം എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ നിരാലംബരായ പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള റിലീഫ് വിതരണം വേദിയിൽ നടത്തപ്പെടുന്നു. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ജാതി മതഭേദമന്യേ എല്ലാവരുടെയും തീർത്ഥാടന കേന്ദ്രമായി രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദവും മതസഹിഷ്ണുതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹനീയ കേന്ദ്രമാണ് ഈ പൈതങ്ങൾ ജാറം. മഹാന്മാരായ സാദാത്തുക്കൾ അന്തിയുറങ്ങുന്ന ഈ ജാറം വളരെ പ്രസിദ്ധവും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നിരവധി തീർത്ഥാടകരെത്തുന്ന കേന്ദ്രവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പരിപാടി എല്ലാ അർത്ഥത്തിലും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ചിഹ്നവും കൂടിയാണ്. ഇന്ന് പലതിൻ്റെയും പേരിൽ വിഭാഗീയതയും വർഗീയതയും ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ മനുഷ്യർക്കൊപ്പം എല്ലാവരും നിലനിന്ന് രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വ മൂല്യവും ഉയർത്തിപ്പിടിച്ച് സൗഹാർദ്ദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കണമെന്നുള്ള മഹിതമായ ഒരു സന്ദേശം ഈ ഉറൂസിനോടനുബന്ധിച്ച് ഞങ്ങൾ സമൂഹത്തിന് നൽകുകയാണ്. സ്വാഗത സംഘത്തിൻ്റെ രക്ഷാധികാരികൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ പാപ്പ, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ഇബ്രാഹിം കുട്ടി ഹാജി, അതുപോലെ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികളായ മാനുപ്പ് ഹാജി, അബ്ദുൽ കരീം ഹാജി, ജനറൽ കൺവീനർ അനീഫ, അതുപോലെ ഇബ്രാഹിം കുട്ടി കാക്ക, തോഹ തങ്ങൾ തുടങ്ങി എല്ലാവരും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് അവസാനം മീഡിയ ന്യൂസ്